ആദ്യം തന്നെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ നിങ്ങൾക്ക് അതിന് സംശയമുണ്ടോ? നമ്മള് ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് അവസാനഘട്ട നിമിഷത്ത് ആ പരീക്ഷ പെട്ടെന്ന് എഴുതി തീർക്കാൻ നമുക്കൊരു സ്ട്രെസ് വരും. ആ സ്ട്രെസ് നമ്മുടെ ശരിക്ക് അനുകൂലമായിട്ടാണ് ഭവിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഉത്പത്തിയിലും മനുഷ്യന്റെ ഇവല്യൂഷനിലും സ്ട്രെസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ പൂർവികര് കാട്ടിലാണ് ജീവിച്ചിരുന്നത്. ആ കാട്ടിൽ ജീവിക്കുന്ന പൂർവികർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രെസ് അത്യാവശ്യമായിരുന്നു. കാട്ടിനകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി മനുഷ്യൻ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു കടവ് ആക്രമിക്കാൻ വരുമ്പോൾ ഒന്നിക്കൽ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന രണ്ട് ഓപ്ഷനാണുള്ളത്. ഈ രണ്ട് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്ട്രെസ് ആണ്. രാത്രി കാട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അലേർട്ട് ആവാനും ഓടി രക്ഷപ്പെടാനും ആക്രമിക്കാനും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ സ്ട്രെസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത്രയധികം ഉപകാരപ്രദമായിട്ട് സ്ട്രെസ് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഈ കാലഘട്ടത്തിൽ ശരിക്കുള്ള കടവയോ ശരിക്കുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. നമ്മളെ റിയൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ല. അല്ലാത്ത പല ത്രെട്ടാണ് നമുക്കുള്ളത്. നമ്മുടെ ബ്രെയിന് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഹാനികരമാണ് എന്ന്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ് എന്ന് നമ്മൾ ബ്രെയിൻ തെറ്റിദ്ധരിച്ച് അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നു. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് എന്റെ ജോലി നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനോട് സംസാരിക്കില്ലേ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ കപ്പടിക്കോ, അങ്ങനെ ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രെസ് ഒരു പരിധിയിൽ കൂടുതലാവുമ്പോൾ അത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ ശരീരത്തെ ബാധിക്കും. മാനസികമായിട്ടുണ്ടാകുന്ന ഈ പ്രതിസന്ധി നമ്മളെ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുകയും നമ്മുടെ ജീവൻ പെട്ടെന്ന് എടുക്കാൻ കാരണമാവുകയും ചെയ്യും. സ്ട്രെസ് ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുക തന്നെ ചെയ്യും. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെയധികം ബാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രശ്നമാണ് ഹൃദയത്തെ ബാധിക്കുന്നത്. ഹൃദയത്തെ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതായത് റീസെന്റ് നടന്ന പഠനങ്ങൾ പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്ന വ്യക്തി പെട്ടെന്ന് മരിക്കാൻ